ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പുതിയ ജോലിക്കാരിയോട് വൈജയന്തി ചെന്ന് പറയുന്നുണ്ട്, അതെ എന്നെ ഇങ്ങനെ ചേച്ചി എന്നൊന്നും വിളിക്കണ്ട, മാഡം അങ്ങനെ വിളിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കൊച്ചമ്മ എന്ന് വിളിച്ചോളണം, ഇല്ലെങ്കിൽ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ടാണ്. ആ ശരി. ഇതും കേട്ടും കൊണ്ടാണ് നമ്മുടെ ഭവിതയും കൃഷ്ണയും അങ്ങോട്ട് വരുന്നത് കേട്ടോ. വന്നുകൊണ്ട് ഭവിത ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഇത് എന്നിട്ട് കേടാണ്, അമ്മ എന്നാ പണിയാണ് ഇവിടെ ചെയ്യുന്നത്? ഞാനൊരു പണിയും ചെയ്യുന്നില്ല. ഇനി ഒരു പക്ഷേ പണിയുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പുതിയ ജോലിക്കാരി വെച്ചിട്ടുണ്ട്, അവരാണല്ലോ ചെയ്യുന്നത്. അമ്മേ, ഇതൊക്കെ നമുക്ക് ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ. പിന്നെ അമ്മയ്ക്ക് എന്തായിരുന്നു ഇത്ര പ്രശ്നം? നമ്മൾ ചെയ്തുകൊണ്ടിരുന്നല്ലേ, ഈ ചേച്ചിയുടെ ആവശ്യമല്ലേ ഇവിടെ ഉണ്ടായിരുന്നോ? അപ്പോൾ ഉടനെ വൈജയ്ക്ക് ദേഷ്യം വരണം. വൈജ പറഞ്ഞിട്ട്, ഒരു ജോലിക്കാരി പറഞ്ഞു വിട്ടാൽ അടുത്തൊരാൾ വരുന്നത് ഇവിടുത്തെ ആദ്യത്തെ സംഭവമൊന്നുമില്ലല്ലോ, പിന്നെ നിനക്കൊക്കെ എന്താണ് ഇത്ര പ്രശ്നം? പിന്നെ വേലക്കാരിയും കൂലിക്കാരിയും ഒന്നും ഇല്ലാത്ത കാലത്തും നിന്നെയൊക്കെ പ്രസവിച്ച് നിൻ്റെയൊക്കെ മലവും മൂത്രമൊക്കെ വാരി ഈ വീട്ടിലെ സകല ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്ത് വേണം, ആര് വേണം, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ തീരുമാനിക്കാനേ വൈജയന്തിക്ക് ആരുടെ സപ്പോർട്ടും വേണ്ട. മനസ്സിലായോ? അപ്പോൾ കവിത പറയാണ്, മനസ്സിലായി. പുതിയ ഭരണപരിഷ്കാരങ്ങൾ വല്ലതും ഉണ്ടോ ഒന്നറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാ? ഉണ്ട്, ഇനിയുണ്ട്. കാലത്ത് 5 മണിക്ക് എണീറ്റ് അടുക്കള പണിയൊന്നും ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കില്ല. ഈ പോയില്ലേ ഇവിടെ നിന്ന് ഒരുത്തി, അവൾക്ക് കാല് നീട്ടി ഇവിടെ ഇരിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ പലതും പറഞ്ഞ് മയക്കി നിങ്ങളെ കൊണ്ട് ജോലി ചെയ്യിക്കായിരുന്നു. പക്ഷേ ഇനി അത് നടക്കില്ല, ആ കാലം കഴിഞ്ഞു. അവരുടെ പരിഷ്കാരങ്ങളൊന്നും ഇനി ഈ വീട്ടിൽ വേണ്ട. പിന്നെ നിങ്ങളുടെ ജോലി എന്താണ്? പഠിക്കുക എന്നുള്ളത്, അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഭവിതയും കൃഷ്ണയും കൂടെ പരസ്പരം നോക്കണം കേട്ടോ. വീണ്ടും വൈജയന്തി പറയുന്നുണ്ട്, വൈജയന്തിയാണ് ഈ വീട്ടിലെ കുടുംബനാഥ. ഞാൻ പറയുന്നത് പോലെ ഈ വീട്ടിലെ കാര്യങ്ങൾ നടക്കാൻ പാടുള്ളൂ. അതോടെ അമ്മയ്ക്ക് സന്തോഷമാവോ? ആവും. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോടി എന്ന് ഭവിതയോട് ചോദിക്കട്ടോ. അപ്പോൾ ഭവിത പറഞ്ഞിട്ടുണ്ട്, അമ്മയ്ക്ക് എന്തിൻ്റെ കേടാ? അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? അമ്മ ആരെയാണ് തോൽപ്പിക്കാൻ നോക്കുന്നത്? ദേ ഭവിതേ, കൂടുതൽ സംസാരിച്ച് വെറുതെ ആരോഗ്യം കളയാൻ വേണ്ടി നിൽക്കല്ലേ. നീ എന്നോട് തിരിച്ച് സംസാരിക്കാറായിട്ടില്ല. നീയൊക്കെ അന്ന് ചിലവ് തരുന്ന കാലത്ത് അന്ന് നിൻ്റെയൊക്കെ ചിലവിൽ ജീവിക്കുകയാണെങ്കിൽ മാത്രം അന്ന് നിൻ്റെയൊക്കെ സൗകര്യം നോക്കാം. അതുവരെ എൻ്റെ സൗകര്യത്തിന് ഞാൻ പറയുന്നത് പോലെ ജീവിച്ചോളണം. പറഞ്ഞ് മനസ്സിലായോ? ഇതെന്താ അമ്മ, പട്ടാള പറഞ്ഞോണോ? മര്യാദയ്ക്കൊക്കെ വേണ്ടേ? കൂടുതലൊക്കെ ഇപ്പോൾ സംസാരിക്കാതെ നീ ഒന്ന് പോയേ ബബിതേ, എൻ്റെ തലയിൽ കയറില്ലേ, നിനക്കുള്ള ലാസ്റ്റ് മണിങ്ങിയത് എന്നും പറഞ്ഞുകൊണ്ട് കൈ ചൂണ്ടി ബബിതയെ ദേഷ്യം പിടിപ്പിക്കട്ടോ. ബബിത അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. എന്നത് സുനിതയോട് പറയുന്നുണ്ട്, പിന്നെ ഇന്ന് സാമ്പാറും തോരനും മുട്ട ചിക്കനും മാത്രം മതി കേട്ടോ. ഇവിടെ കേൾക്കുന്ന കാര്യങ്ങൾ വേറൊരിടത്തെങ്കിലും പോയി പറയുന്ന സ്വഭാവമുണ്ടോ? അത് വേണ്ട. അങ്ങനെയെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കും. അയ്യോ കൊച്ചമ്മേ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഞാൻ ഇന്നടത്തൊക്കെ പോയി ഒന്ന് അന്വേഷിച്ച് നോക്ക്. ഞാൻ അങ്ങനെയൊന്നും പറയില്ല. ഞാൻ എൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റൊന്നും അന്വേഷിക്കാൻ നടക്കുന്നില്ല. പറഞ്ഞേട്ടല്ലോ. കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട്, എടി കൃഷ്ണേ, നീ എന്താടി പോവാത്തത്? നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? അങ്ങനെ കൃഷ്ണയും അവിടുന്ന് പുറത്തുനിന്ന് എൻ്റെ അമ്മയോട് ചോദിക്കാൻ കേട്ടോ, അമ്മ എന്തിനാ ഈ വഴക്കുണ്ടാക്കുന്നത്? ചുമ്മാതാണോടി ഞാൻ പറഞ്ഞത്. നിനക്കൊക്കെ പഠിക്കാൻ എന്തുമാത്രമുണ്ട്? ആ സമയത്ത് വീട്ടു ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടോ? അതിനൊന്നും ഒരു കുഴപ്പമില്ല. പഠിത്തത്തിനോടൊപ്പം ഇതും കൂടെ കൊണ്ടുപോയി എന്താ കുഴപ്പം? ഈ വീട്ടിൽ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് എന്ത് രസമായിട്ടാണ് ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നലെയാണെങ്കിൽ രോഹിത്തേട്ടന് എന്തെല്ലാം കറികളും ഒക്കെയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചത്. എന്ത് ടേസ്റ്റായിരുന്നു, എന്ത് രസമായിരുന്നു നമ്മളെല്ലാവരും. പിന്നെ കൂടെ അലീന ചേച്ചി ഉണ്ടായിരുന്നപ്പോഴും നല്ല രസമായിരുന്നു. മതി, ആ രസത്തിൻ്റെ കാര്യമൊന്നും ഇനി പറയണ്ട. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ രോഹിത്തിനെ കൊണ്ടേ അടുക്കള പണിയൊന്നും ചെയ്യിക്കുന്നത് അതിൽ എത്ര വലിയ കേമോന്നാണോ നീ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? ഞാൻ കണ്ടു നിൻ്റെയൊക്കെ ഡ്രസ്സ് വരെ അവനെ കൊണ്ട് അയൺ ചെയ്യിപ്പിക്കുന്നത്. അവനൊരു ആങ്കൊച്ചല്ലേ? അപ്പോൾ തന്നെ കൃഷ്ണ എന്ന് പറയാനുണ്ട്, ആമ്പിള്ളേരെ ജോലി എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? കൈ ഒടിഞ്ഞു പോവോ അമ്മേ? സ്വന്തം വീട്ടിലല്ലേ, അനിയത്തിമാർക്ക് വേണ്ടിയിട്ടല്ലേ, അന്യ വീട്ടിലൊന്നും അല്ലല്ലോ, പിന്നെന്താ ഇപ്പോൾ കുഴപ്പം? അപ്പോൾ തന്നെ വൈജ പറഞ്ഞിട്ട്, പിന്നെ സ്വന്തം വീട്ടിലായാലും എന്തായാലും ആ പിള്ളേരെ കൊണ്ട് ചെയ്യുന്നത് ശരിയല്ല. എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിള്ളേർ ജോലി എന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല എന്ന് വീണ്ടും ഇങ്ങനെ കൃഷ്ണമോള് പറയാം. എന്നിട്ട് കൃഷ്ണമോള് പറയാട്ടോ, ഉള്ള സത്യം ഞാൻ പറയാം, അമ്മ ഇന്നേ വരെയെങ്കിലും ആരെങ്കിലും നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഞാൻ ഇന്നു വരെയും കണ്ടിട്ടില്ല. പക്ഷേ കമലാൻ്റിയുടെ വല്ല കൊണിഷ്ടനാണെങ്കിൽ അമ്മ അത് ചെയ്യും. എടി, നീ എന്നെ കൂടുതൽ ക്ലാസ്സൊന്നും എടുക്കണ്ട. പിള്ളേരെ പാചകം ചെയ്തെന്ന് വെച്ചാൽ നിനക്ക് എന്താ കുഴപ്പമെന്താണെന്ന് നിനക്കറിയോ? അവന്മാർ പാചകമൊക്കെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വല്ല പെണ്ണും കെട്ടിക്കൊണ്ട് വന്നാലേ അവളുമാർക്ക് അതൊരു എളുപ്പമാവും. പിന്നെ അവളുമാരെന്താ വിചാരിക്കുക, എൻ്റെ ഭർത്താവ് പണി ചെയ്യാനുണ്ടല്ലോ എന്ന്. പിന്നെ അച്ചിമാർക്ക് വെച്ച് വിളമ്പേണ്ടി വരും. മനസ്സിലായോ? ഭാര്യമാർ വെച്ച് കൊടുത്താലും ചിലപ്പോൾ അവന്മാർക്ക് ഇഷ്ടപ്പെടില്ല. അവളുമാരെ പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങും. അവളുമാരെന്ത് ചെയ്യും? അത് തന്നെ തരാം എന്നും പറഞ്ഞുകൊണ്ട് അവന്മാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും. എന്നാലിപ്പോൾ എന്താ അമ്മേ കുഴപ്പം? അതെ, നിൻ്റെ അച്ഛനോട് ചോദിക്കേ. ആ മനുഷ്യൻ ഇന്നേ വരെ ഈ അടുക്കളയിൽ ഒരു ഗ്ലാസ് എങ്കിലും കഴുകുന്നത് നീ കണ്ടിട്ടുണ്ടോ? അച്ഛനെ പഠിപ്പിക്കാനേ ഇതേപോലെ ഒരു അലീന ചേച്ചി ഇല്ലാതായിപ്പോയി, അതാ. പിന്നെ എടി, നിങ്ങളെ 3 പേരെയും കൊണ്ടേ അവള് അവിടുന്ന് പോയവള്
ഉള്ള ജോലി എത്രയും ചെയ്യിപ്പിച്ചിട്ട് ചപ്രമഞ്ച് കട്ടിലിൽ കയറി കിടന്നു. അതാണ് നല്ലത്. എൻ്റെ പൊന്നമ്മേ, അമ്മയോട് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചുമ്മാ അല്ല ബബിത ചേച്ചി പറയുന്നത്, മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ അമ്മയോടൊന്നും പറയുന്നില്ല. പറയാതിരുന്നാലേ ശബ്ദം കുറച്ച് വെച്ചാൽ അത്രയെങ്കിലും പൊല്യൂഷൻ ഇവിടെ കുറഞ്ഞിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് പോരട്ടോ. നമ്മളെ വൈജയ്ക്കാണെങ്കിൽ കാലി എന്നുള്ള വിറയലാട്ടോ. പിള്ളേർ രണ്ടും പറഞ്ഞ് അനുസരിക്കുന്നില്ല. എന്ത് പറഞ്ഞാലും താറ് തല മാത്രമേ ഉള്ളൂ. അങ്ങനെ വൈജ ആകെ ടെൻഷൻ പിടിച്ചൊക്കെ നിൽക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ ബബിത ദേഷ്യം പിടിച്ച് നേരെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വരും കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നിൻ്റെ മുഖം ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നത്? അച്ഛൻ ഇതൊക്കെ അറിയുന്നുണ്ടോ? അമ്മ ഇവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നെന്ന്? ഞാനറിയുന്നില്ല. എന്താണിപ്പോൾ പ്രശ്നം? നീ കാര്യം പറ. ഞങ്ങളല്ലേ ഇവിടുത്തെ വീട്ടുജോലികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പുതിയൊരു ജോലിക്കാരി വെച്ചു. ഇപ്പം നമുക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരുണ്ടാക്കുന്നത് തിന്നാനും പറ്റുന്നില്ല. അലീന ചെയ്തതും അലീന ചേച്ചി പഠിപ്പിച്ചതും ഒന്നും നമ്മൾ ചെയ്യേണ്ടത് അമ്മയുടെ തീരുമാനം. ഇപ്പം നിങ്ങളുടെ പ്രശ്നം എന്താ? പുതിയ സെർവൻ്റ് ഉണ്ടാക്കിയതൊന്നും കഴിക്കാൻ പറ്റത്തില്ലെന്നാണോ? അതോ അലീന പഠിപ്പിച്ചതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണോ? അച്ഛാ, വെറുതെ കൺഫ്യൂഷൻ ആക്കല്ലേ. അച്ഛന് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാമല്ലോ. പിന്നെ നീ ഇങ്ങ് വന്നേ, ഞാനൊരു കാര്യം പറയട്ടെ, മോളിവിടെ വരി. അങ്ങനെ നമ്മുടെ ബബിതയോട് ബാലചന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മുടെ അലീന ഇവിടുന്ന് എന്തിനാണ് പോയത്? എനിക്കറിയില്ല അച്ഛാ. എനിക്കിപ്പോഴും അത് എന്തിനാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങളുടെ അമ്മ ഈ വീട്ടിൽ തിരിച്ചു വരാനും നിങ്ങളുടെ അമ്മയില്ലാതെ നിങ്ങൾ ജീവിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് അലീന ഇവിടുന്ന് പോയത്. അങ്ങനെയാണെങ്കിൽ അച്ഛാ അത് വലിയൊരു മണ്ടത്തരായി പോകും. അലീന ചേച്ചി ഇവിടുന്ന് പോയാൽ ഇവിടുത്തെ പ്രശ്നം തീരുമോ? ഇവിടുത്തെ പ്രശ്നം തീരണമെങ്കിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് തീരണം. ഈ രണ്ടിടത്തുള്ള ജീവിതം നിർത്തണം. ഒരാൾ മേളിലും ഒരാൾ താഴെയും. അപ്പോൾ ബാലചന്ദ്രൻ ഒന്ന് ആലോചിച്ചിട്ട് ബബിതയെ നോക്കുകയാണ്. എന്നിട്ട് വീണ്ടും ബബിത പറയാണ്, അച്ഛൻ ഇങ്ങനെ അല്ലായിരുന്നു പണ്ട്. നേരത്തെ അമ്മ എന്ത് പൊട്ടത്തരം കാണിച്ചാലും പ്രതികരിക്കില്ല, എല്ലാത്തിനും അനുസരിക്കുമായിരുന്നു. ശരിക്കും അലീന ചേച്ചി വന്നതിന് ശേഷം അച്ഛൻ മാറിയെന്ന് അലീന ഇവിടെ അമ്മ പറയുന്നില്ലേ, അപ്പോഴേ എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് അച്ഛൻ തെറ്റുകൾക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ അച്ഛൻ എല്ലാം വിട്ടുകൊടുക്കാൻ തുടങ്ങുമായിരുന്നു. ശരിയാ, മോള് പറയുന്നതെല്ലാം കറക്റ്റ് തന്നെയാണ്. അലീന വരുന്നത് വരെ അച്ഛൻ അങ്ങനെ തന്നെയായിരുന്നു. ഒരു മനുഷ്യൻ അവൻ്റെ അടിസ്ഥാന സ്വഭാവം മാറ്റി അവൻ മറ്റൊരാളിലേക്ക് മാറ്റുന്നൊരു സമയം, അത് എപ്പോഴാണ് നിനക്കറിയോ? അവൻ്റെ ജീവിതത്തിൽ ആ മാറ്റം അനിവാര്യമാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു മൂമെൻ്റ് ഉണ്ടാവും. അങ്ങനൊരു മൂമെൻറ്റ് എനിക്കുണ്ടായി. അതുകൊണ്ടാണ് ഞാനും മാറിയത്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ളൊരു സ്വഭാവം എനിക്കുണ്ടായിരിക്കാം. പിന്നെ ഇപ്പോഴായിരിക്കും അത് പുറത്ത് വന്നത്, അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങളെ എല്ലാവരെയും അടുക്കള പണിയിൽ നിന്ന് മാത്രമല്ലേ അവൾ മാറ്റി നിർത്തിയിട്ടുള്ളൂ. പിന്നെ ബാക്കി ജോലികളുണ്ടല്ലോ. നിങ്ങളുടേതായിട്ടുള്ള സ്പേസിൽ അതെല്ലാം ചെയ്യണം. അവിടെ ആരും ഒന്നും തടയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ബബിത അത് സമ്മതിച്ചു കൊടുക്കണം. രോഹിയും കൃഷ്ണയൊക്കെ ഇവിടെ അവർ പണിയിൽ നിന്ന് പിരിച്ചു വിട്ടതുകൊണ്ട് എല്ലാവരും അവരുടെ റൂമിൽ പോയി കുത്തിയിരിക്കുക, ബോറടിക്കുന്നു. എന്നൊരു കാര്യം ചെയ്യും, നമുക്കെല്ലാവരും കൂടെ ചേർന്നൊരു ഔട്ടിങ്ങിന് പോയാലോ? ശരിക്കും എന്നിങ്ങനെ ബബിത ചോദിക്കട്ടെ. ബബിതയുടെ കണ്ണങ്ങ് തിളങ്ങി വരികയാണ്. നമുക്ക് ഔട്ടിങ്ങിന് പോകാമെന്നുള്ളൂ. പ്രത്യേകിച്ച് അച്ഛൻ അങ്ങനെ വല്ലപ്പോഴുമാണ് പറയുന്നത്. അപ്പം അച്ഛൻ പറ്റിക്കില്ലല്ലോ, എല്ലാവരെയും കൂട്ടി വരട്ടെ. പിന്നെന്താ, ചെല്ല്. അമ്മ പറ്റത്തില്ലെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നീ ധൈര്യമായിട്ട് പോയിട്ടോ. പിന്നെ ബബിതയുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ അലീനയോട് വൈജ ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവളത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ അവളുടെ നല്ല പ്രവൃത്തി കൊണ്ടാണ് അവൾ മറുപടി കൊടുത്തിരുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ അതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്ക്, ചിലപ്പോൾ ഫലം കണ്ടാലോ. ആലോചിച്ച് നോക്കട്ടെ എന്ന് ബബിതയും വിചാരിക്കണം കേട്ടോ. അങ്ങനെ ബബിത നേരെ അകത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. രോഹിതനോടും കൃഷ്ണനോടൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ജോലിക്കാരിയാണെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരിക്കണം. വൈജ ചോദിക്കുന്നത് എന്താടി സദ്യയാണോ? എന്നാലും പിള്ളേരൊക്കെ നന്നായിട്ട് കഴിക്കട്ടെ മാഡം, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചതെന്ന്. അങ്ങനെ റെഡി നോക്കുമ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് വേഷം മാറി വരുന്നു കേട്ടോ. ബബിതയും കൃഷ്ണയും രോഹിതൊക്കെ. നിങ്ങളിത് എങ്ങോട്ട് പോവാ? അത് ഔട്ടിങ്ങിനോ? ഉച്ചയ്ക്കാണോ ഔട്ടിങ്ങിന് പോണത്? അതെ, അച്ഛൻ പറഞ്ഞു നമുക്ക് പോവാമെന്ന്. അച്ഛൻ ഇങ്ങനെ ഒരു ഓഫർ തരുമ്പോൾ നമ്മൾ നിരസിക്കാൻ പാടില്ലല്ലോ. അതുമാത്രമല്ല, അച്ഛൻ വല്ലപ്പോഴും അല്ലേ ഇതൊക്കെ കിട്ടുന്നത്. അച്ഛൻ അങ്ങനെ പറയാറുമില്ല. ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ പോരെ? അത് വേണ്ട, പഞ്ചാബി ഹൗസിൽ നമുക്ക് നല്ല ചിക്കൻ ബിരിയാണി വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഔട്ടിങ്ങും കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ചിട്ട് വരാം. അപ്പോൾ അത് ശരി. പിന്നല്ലാതെ വല്ലപ്പോഴും അല്ലേ അച്ഛൻ ഇങ്ങനെ ഇതൊക്കെ വാങ്ങിച്ചു തരുന്നത്. അപ്പോൾ അച്ഛൻ്റെ കൂടെ പോകണ്ടേ? രോഹി, നീയും ബിരിയാണിയൊക്കെ എപ്പോഴും കഴിക്കുന്നതല്ലേ, പിന്നെ നിനക്കെന്താ ഇത്ര അത്യാവശ്യം? ബിരിയാണി ഞാൻ കഴിക്കില്ലമ്മേ, ഞാൻ കുഴിമന്തി കഴിച്ചോളാം എന്നിങ്ങനെ രോഹിത്തും പറയാട്ടോ. അങ്ങനെ ആകെപ്പാടെ നമ്മുടെ വൈജയ്ക്ക് മനസ്സിലായി തന്നെ തോൽപ്പിക്കാനുള്ള പണിയായെന്ന്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്കിപ്പം പോയല്ലേ പറ്റുള്ളൂ. അച്ഛനൊരു ഓഫർ തരുമ്പോൾ പോകാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ പോയേ പറ്റത്തുള്ളൂ. അപ്പം പെട്ടെന്ന് എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലേ ഇങ്ങനൊരിത് എന്ന് ബാലേന്ദ്രനോടും ഒക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മറുപടി ഒന്നും വൈജയ്ക്ക് കൊടുക്കുന്നില്ല. പകരം പിള്ളേരോട് പറയാം,
സമയമാവുന്നുണ്ട്, വരുന്നെങ്കിൽ വാ, പെട്ടെന്ന് പോയിട്ട് നമുക്ക് വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഔട്ടിങ് ക്യാൻസൽ ചെയ്യണം. എന്താ വേണ്ടത്? അത് വേണ്ട ചാ, ഞങ്ങൾ വന്നോളാം. അങ്ങനെ ഇവരെല്ലാവരും കൂടെ പോകട്ടോ. അങ്ങനെ വൈജയ്ക്ക് ദേഷ്യം വരണം. വൈജ എന്താ ചെയ്യാന്ന് വെച്ചാൽ ജോലിക്കാരോട് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യും, ഈ ഉണ്ടാക്കി വെച്ചതെല്ലാം എന്ത് ചെയ്യാനാണ്, എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. കഴിക്കാൻ ആരില്ലാതെ ഞാൻ എന്ത് ചെയ്യാൻ? എന്നെ തോപ്പിക്കാനുള്ള പണിയായി കാണിക്കുന്നത്, അഹങ്കാരങ്ങൾ, അല്ലാതെ എന്ത് പറയാൻ. അപ്പോൾ ജോലിക്കാർ പറഞ്ഞിട്ടുണ്ട്, അയ്യോ മാഡം, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാക്കിയ ഫുഡാണ്, ഇതെല്ലാം കൂടെ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് തണുപ്പിച്ചിട്ട് പിന്നെ ചൂടാക്കി വീണ്ടും കഴിക്കുമ്പോൾ ടേസ്റ്റ് പോവില്ലേ, എന്നാൽ പിന്നെ എടുത്ത് ദൂരെ കളഞ്ഞേക്കുന്നു. അയ്യോ, അത് കേൾക്കുമ്പോൾ അവർക്ക് വിഷമമാവണുണ്ട്. പറഞ്ഞാൽ അവർ പറയാനുണ്ട്, അയ്യോ വേണ്ട, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കാം എന്നും പറഞ്ഞിട്ട് അവർക്കുള്ള ഭക്ഷണം എന്തിനാ ഞാൻ മിസ്സാക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അലീന മനുവിനെ വിളിക്കുകയാണ്. മനുവിനെ അലീനയുടെ കോള് വരുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാവണം കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ്. നേരം നിൻ്റെ പപ്പായ എങ്ങനെയുണ്ട്, എന്നോട് സ്നേഹമാണോ, ഇണങ്ങിയോ എന്നൊക്കെ ചോദിക്കുക. ഇണങ്ങി വരുന്നു. സ്നേഹമാണെന്ന് വെച്ചാൽ സ്നേഹം തന്നെയാണ്, പക്ഷേ അത്രയ്ക്കൊന്നും അത്രയ്ക്കങ്ങ് ഇതായിട്ടൊന്നുമില്ല. എല്ലാത്തിനും ഒരു പട്ടാള ചിട്ട, അതാ. അത് പട്ടാളക്കാരനല്ലായിരുന്നോ, അതുകൊണ്ടാണ്. അതൊക്കെ മാറി വരാൻ കുറച്ച് സമയമെടുക്കും. എന്നാലും എന്ത് പറഞ്ഞാലും ഇച്ചിരി ഒരു പട്ടാളക്കാരുടെ ഒരു ടോണിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ എന്ന് പറയാം കേട്ടോ. എന്നിട്ട് നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട്, അതെ നമ്മുടെ ഗംഗാധരൻ അങ്കിൾ അങ്ങനെയാണോ, ഇതുപോലെയൊക്കെ തന്നെയാണോ സ്വഭാവം ചോദിക്കുകയാണ്. അപ്പോഴാണ് മനു പറയുന്നുണ്ട്, ഗംഗാധരൻ അങ്കിളാണെങ്കിൽ കുറച്ച് നാളായില്ലേ റിട്ടയർഡായിട്ട്, അപ്പോൾ അപ്പോൾ പിന്നെ അതൊന്നും കുറച്ചൊക്കെ മാറി വരും. എന്നാലും പെട്ടെന്നൊന്നും മാറില്ല. ഇവർ അവിടുത്തെ ട്രെയിനിങ്ങും കാര്യങ്ങളും അവർ ശീലിച്ചതും ഒക്കെ മാറി വരാൻ നല്ലപോലെ സമയമെടുക്കും. എന്തായാലും നീ അവരെയൊക്കെ കയ്യിലെടുക്കും എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ ഇവിടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ കുടിയാ. അതെയോ, രാവിലെ തുടങ്ങും, ഒരു ഗ്ലാസ് എപ്പോഴും കയ്യിൽ കാണും, എപ്പം നോക്കിയാലും വെള്ളം അടിയാ. ഇതൊന്ന് നിർത്തി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതിപ്പം നീ ഇനി പറഞ്ഞാൽ കേൾക്കോ, കേട്ടല്ലേ പറ്റുള്ളൂ, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും. വല്ല അസുഖങ്ങളും വന്നാലോ, എന്തെങ്കിലും അസുഖം ഉണ്ടോ പുള്ളിക്കാരന്? അസുഖം ഉണ്ടോ നമുക്കറിയില്ലല്ലോ. എൻ്റെ ബ്രിജിത മമ്മിക്ക് ഒരു അസുഖവും ഇല്ലായിരുന്നു, കള്ള് കുടിക്കുകയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. എന്നിട്ടും ലിവർ സിറോസിസ് വന്നല്ലേ ബ്രിജിത മമ്മി പോയത്. അതുപോലെ ഇതിപ്പം കള്ള് കുടിച്ചിട്ട് എന്തിനാ അസുഖം വരുത്തണേ, അതൊക്കെ കൊണ്ടുള്ള ടെൻഷനേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം കേൾക്കണോ, ഇവിടെ 2-3 ജോലിക്കാരുണ്ട് കേട്ടോ കിച്ചണൊക്കെ നോക്കുന്ന. അതോ എല്ലാം കൊള്ള സങ്കേതങ്ങളാണ്, ഭയങ്കര പറ്റിപ്പാണ്. ആരും അറിയാണ്ട് സാധനങ്ങളൊക്കെ പുറത്ത് പോകുന്നുണ്ട്. ഞാൻ ഇടപെടേണ്ടി വരുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. തൽക്കാലം നീ ഇടപെടേണ്ട അലീന. ആദ്യം നിൻ്റെ കാര്യം അവിടെ നിലനിൽപ്പ് നോക്ക്, അത് കഴിഞ്ഞ് മതി നമുക്ക് ചലഞ്ചൊക്കെ ഏറ്റെടുക്കുന്നത് കേട്ടോ എന്ന് മനു പറയാം. വേറൊരു വിശേഷമുണ്ടേ, ഇവിടെ കേണലിൻ്റെ അപ്പച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ ഇവിടുന്ന് തുരത്തി ഓടിക്കാനായിരുന്നു വന്നത്. പക്ഷേ ഞാനിപ്പോൾ ചാക്കിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒറ്റക്കെട്ട. ആണോ, അതെങ്ങനെ സംഭവിച്ചു? പുള്ളിക്കാരൻ്റെ ഭാര്യയില്ലേ ഇവിടെ കേണലിൻ്റെ അമ്മ, ചിന്നമ്മ എന്നാ പേര് കേട്ടോ. എൻ്റെ മുഖച്ചായ തന്നെയാണെന്ന് പറയാം. നമ്മൾ ഒരേ മുഖച്ചായയാണ്, നടത്തവും പാവവും എല്ലാം എന്നും പറഞ്ഞുകൊണ്ട് അതോടുകൂടി എന്നെ ഓടിക്കാൻ വന്ന ആൾ എന്നിലങ്ങ് വീണു. നമ്മളിപ്പോൾ വലിയ കൂട്ടാണ്. അതിലും വേറൊരു വിശേഷമുണ്ട്. ഈ ചിന്നമ്മ എന്ന് പറയണ അമ്മേ മരിച്ചിട്ട് കുറേ വർഷങ്ങളായി. അവർ മരിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ അതും കൂടെ ആയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ശക്തിയാണ് നിനക്ക് കിട്ടിയിരിക്കണല്ലേ എന്നിങ്ങനെ മനു ചോദിക്കുമ്പോൾ, ഇല്ല അങ്ങനെയല്ല, എൻ്റെ ശക്തിയും ബലമല്ല എൻ്റെ ബ്രിജിത മമ്മി തന്നെയാണ്, അല്ലാതെ വേറെ ആർക്കും ഞാനത് വിട്ടുകൊടുക്കില്ല എന്ന് പറയാം. ശരി നടക്കട്ടെ. എന്തായാലും പുതിയ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നീ പറ കേട്ടോ. ശരി. അങ്ങനെ ഫോൺ വെച്ചിട്ട് മനു കുളത്തു പുഴ എന്നിങ്ങനെ പറഞ്ഞ് ചിരിച്ച് ഫോൺ വയ്ക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളെ രോഹിത്തും എല്ലാവരും ഔട്ടിങ്ങും ഫുഡും ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരികയാണ്. ബാലചന്ദ്രൻ വന്ന് കാറിൽ നിന്ന് ഇറങ്ങണതിന് മുമ്പേ തന്നെ പിള്ളേരോട് പറയുന്നുണ്ട്, മക്കളെ ഇന്ന് നമ്മൾ പുറത്തു പോയി ഭക്ഷണമൊക്കെ കഴിച്ചു, ഇതൊന്നും എന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇവിടെ കണ്ടും കേട്ടുമൊക്കെ പോകണം, വെറുതെ വഴക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞല്ലോ അലീന ഇവിടെ എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്, അതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ മതി, ഒക്കെ ശരിയാവും എന്നൊക്കെ ഇങ്ങനെ മക്കൾക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട് കേട്ടോ. രോഹിത്തൊക്കെ അച്ഛൻ പറയണത് എന്തായാലും അനുസരിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്യണം. ഇതൊക്കെയാണ് എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്